ദയാലുവായ പക്ഷിയും വെള്ളപ്പൊക്കത്തിൽ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളും. കനത്ത മഴ പെയ്യുന്നുണ്ടായിരുന്നു. എല്ലാ പക്ഷികളും അവരവരുടെ വീടുകളിൽ സുഖമായി ഇരിക്കുകയായിരുന്നു. അതുപോലെ ടീനു പക്ഷിയും തന്റെ 2 മക്കളായ സോനു, മോനു എന്നിവരോടൊപ്പം തന്റെ വീട്ടിൽ ഇരിക്കുകയായിരുന്നു. അല്ലയോ ദൈവമേ, മറ്റുള്ളവരെ സഹായിച്ച് ഞാൻ എന്റെ സ്വന്തം വീട് ശരിയാക്കിയില്ല. വെള്ളം എങ്ങനെ ഇറ്റിറ്റ് വീഴുന്നു നോക്കൂ. അമ്മേ, അതിനർത്ഥം മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നമുക്ക് നഷ്ടം സംഭവിക്കുന്നു എന്നാണോ? അല്ല മക്കളെ, മറ്റുള്ളവരെ സഹായിക്കുന്നത് കൊണ്ട് നമുക്കൊരിക്കലും ഒരു നഷ്ടവും സംഭവിക്കില്ല. നോക്കിക്കോ, മഴ നിൽക്കുമ്പോൾ ഞാൻ എല്ലാവരുടെയും സഹായത്തോടെ വീടിന്റെ മേൽക്കൂര ശരിയാക്കും. ആ സമയം ഗോൾഡി പരുന്ത് അവിടേക്ക് വന്നു. അവന്റെ കണ്ണുകളിൽ തീപ്പൊരി ജ്വലിച്ചു. അവരോട് പ്രതികാരം ചെയ്യാൻ ഇന്ന് എനിക്ക് പറ്റിയ അവസരമാണ്. അതും പറഞ്ഞ് പരുന്ത് ടീനുവിന്റെ വീട്ടിലേക്ക് കയറി. ടീനു! അരേ ഗോൾഡി പരുന്തേ, നീ ഇവിടെ എന്താണ് ചെയ്യുന്നത്? നീ കാരണം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. നീ ഈ കാട്ടിൽ വന്നതു മുതൽ എല്ലാവരെയും സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും ജീവിക്കാൻ പഠിപ്പിച്ചു. ഈ കാരണത്താൽ എനിക്ക് ആരുമായും വഴക്കുണ്ടാക്കുവാനോ ശരിയായി വേട്ടയാടുവാനോ കഴിയുന്നില്ല. ഗോൾഡി, നീ ഇവിടെ നിന്ന് പോകൂ. നീ എന്നോട് ഈ രീതിയിൽ സംസാരിക്കാൻ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിന്റെ ദയുള്ള ഹൃദയം നിനക്ക് എത്രമാത്രം വേദന നൽകുന്നുവെന്ന്. അതും പറഞ്ഞ് ഗോൾഡി പരുന്ത് 2 കുട്ടികളെ എടുത്ത് അവരെ നദിയിലേക്ക് എറിഞ്ഞു. മക്കളെ! കുട്ടികൾ ഒഴുകിപ്പോകുന്നത് കണ്ട് അവൾ ഭയന്നു. അവൾ അവരുടെ പിന്നാലെ പോയി. മക്കളെ! വെള്ളത്തിന്റെ ഒഴുക്ക് വളരെ കൂടുതലായിരുന്നു. ടീനു മുഴുവൻ ശക്തിയോടും കൂടി പറന്നു. എന്നിട്ടും കുട്ടികളുടെ അടുത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല. മുന്നിൽ തന്നെ വെള്ളച്ചാട്ടം കാണാമായിരുന്നു. ദൈവമേ, വെള്ളച്ചാട്ടം! അവൾ പരമാവധി ശ്രമിച്ചിട്ടും അവരുടെ അടുത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് വെള്ളച്ചാട്ടം വന്നു. 2 കുട്ടികളും വെള്ളച്ചാട്ടത്തിൽ നിന്ന് താഴേക്ക് വീണു. ടീനു പക്ഷി അസ്വസ്ഥയായി. വെള്ളത്തിന്റെ ഒഴുക്ക് കാരണം കുട്ടികൾ എവിടെയോ നഷ്ടപ്പെട്ടു. അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകാൻ തുടങ്ങി. ഗ്രീൻലാൻഡ് വനത്തിൽ നേരിയ മഴ പെയ്യുന്നുണ്ടായിരുന്നു. എല്ലാ പക്ഷികളും തടാകത്തിനരികിൽ കളിക്കുകയായിരുന്നു. വൗ! എന്തൊരു കാലാവസ്ഥയാണിത്! ഇത്തരമൊരു കാലാവസ്ഥയിൽ കുളത്തിനരികിൽ കളിക്കാൻ വളരെ രസകരമാണ്. മഴ അല്പം ശക്തി പ്രാപിക്കാൻ തുടങ്ങി. അല്ല, എല്ലാവരും പെട്ടെന്ന് വീട്ടിലേക്ക് പോകൂ. മഴ ഇപ്പോൾ തന്നെ ശക്തിയായി തുടങ്ങി. കാറ്റ് വളരെ ശക്തമായിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ മിങ്കിപ്പക്ഷിയുടെ കുഞ്ഞ് തടാകത്തിലേക്ക് വീഴാൻ തുടങ്ങി. അമ്മേ, രക്ഷിക്കൂ! മിങ്കി കുഞ്ഞിനടുത്തേക്ക് പറന്നുയരാൻ ആഗ്രഹിച്ചു. പക്ഷേ കാറ്റിന്റെ പ്രവാഹം അവളെ പിന്നിലേക്ക് കൊണ്ടുപോയി. കുഞ്ഞ് തടാകത്തിലേക്ക് വീഴാൻ പോയി. അപ്പോൾ ടീനു പക്ഷി അവിടെ എത്തി. അവൾ കുഞ്ഞിനെ എടുത്തു. മോനെ, പിടിവിടരുത്! ടീനു പക്ഷി അവനെയും കൊണ്ട് ബാക്കി പക്ഷികളുടെ അടുത്തേക്ക് എത്തി. മോനെ! സഹോദരി, നിനക്ക് വളരെയധികം നന്ദി. നീ ആരാണ്? ഞാൻ ടീനു പക്ഷിയാണ്, ടൂൺബെൽസ് കാട്ടിലെ നിവാസി. അല്ല, നീ ആ ദയാലുവായ ടീനു പക്ഷിയല്ലേ? നമ്മൾ നിങ്ങളുടെ പേര് ഒരുപാട് കേട്ടിട്ടുണ്ട്. അതെ, അത് ഞാൻ തന്നെയാണ്. എന്തു പറ്റി സഹോദരി? നീ അല്പം ദുഃഖിതയായിരിക്കുന്നുവല്ലോ. തനിക്ക് സംഭവിച്ച മുഴുവൻ കഥയും ടീനു അവരോട് പറഞ്ഞു. ടീനു, നിന്റെ കഥ വളരെ ഇമോഷണൽ ആണല്ലോ. ദൈവത്തിന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പെട്ടെന്ന് തന്നെ ലഭിക്കട്ടെ. എന്റെ നിഗമനത്തിൽ എന്റെ കുഞ്ഞുങ്ങൾ ഈ കാട്ടിലേക്ക് തന്നെ ഒഴുകി വന്നിട്ടുണ്ടാവും. ഞാൻ കുറച്ചു ദിവസം ഇവിടെ നിന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ? അല്ല, ഇതെന്താണ് പറയുന്നത് ടീനു സഹോദരി? ടീനു പക്ഷിയും കാട്ടിലെ ബാക്കി എല്ലാ പക്ഷികളും കുഞ്ഞുങ്ങളെ അന്വേഷിക്കുന്നതിൽ ഒത്തുചേർന്നു. പക്ഷേ ദിവസങ്ങളോളം തിരഞ്ഞിട്ടും അവർക്കൊരു ഫലവും ലഭിച്ചില്ല. ടീനു ഇപ്പോൾ വളരെ സങ്കടത്തിലായിരുന്നു. ടീനു, നീ സങ്കടപ്പെടേണ്ട. എന്റെ മനസ്സ് പറയുന്നു, ഒരു ദിവസം നിനക്ക് നിന്റെ കുഞ്ഞുങ്ങളെ തീർച്ചയായും കിട്ടുമെന്ന്. ഇപ്പോൾ അവരെ തിരികെ കിട്ടുമെന്ന പ്രതീക്ഷ എനിക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ സോനുപ്രാവ് എന്തോ വിളിച്ചു പറഞ്ഞുകൊണ്ട് അതുവഴി കടന്നുപോയി. മിൻകി പക്ഷിക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്.
അവൾ കുറച്ചു സമയത്തേക്ക് മാത്രമേ നമ്മോടൊപ്പം കാണൂ. അവളെ അവസാനമായി കാണുവാൻ എല്ലാ പക്ഷികളും അവളുടെ വീട്ടിൽ ഒത്തുകൂടണം. അരേ, ഇതെന്താ? മിൻകി പക്ഷിയുടെ ജീവൻ അപകടത്തിലാണെന്നോ? വരൂ, നമുക്ക് പെട്ടെന്ന് തന്നെ അവരുടെ അടുത്തേക്ക് എത്തിച്ചേരണം. അവർ രണ്ടുപേരും മിൻകി പക്ഷിയുടെ വീട്ടിലെത്തിച്ചേർന്നു. അവിടെ മറ്റെല്ലാ പക്ഷികളോടുമൊപ്പം ഡോക്ടർ കുരങ്ങനും ഉണ്ടായിരുന്നു. നിന്റെ ഈ 2 ചിറകുകളിലും ഈ മുറിവ് എങ്ങനെയാണുണ്ടായത്? ഞാൻ ടൊമാറ്റോ പൂന്തോട്ടത്തിൽ ആഹാരം കഴിക്കാൻ പോയിരുന്നു. അവിടെ ദുഷ്ടനായ ഗോൾഡിപ്പരുന്ത് വന്ന് എന്നെ ആക്രമിച്ചു. അവിടെ കുറ്റിക്കാടുകൾ ഉണ്ടായിരുന്നു. മുറിവേറ്റ ഞാൻ അതിന്റെ ഇരയാകുന്നതിന് മുമ്പ് അതിനിടയിൽ ഒളിച്ചു. അത് പോയതിനു ശേഷം അവിടെ നിന്ന് തിരികെ വരാൻ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു. എനിക്ക് ഈ വേദന അധിക നേരം സഹിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. മുറിവുകൾക്ക് എന്തെങ്കിലും മരുന്നുണ്ടാകുമല്ലോ. അങ്ങ് ഡോക്ടറല്ലേ? താങ്കൾ ഉള്ളപ്പോ നമ്മുടെ മിൻകി എങ്ങനെയാണ് മരിക്കുന്നത്? മരുന്നുണ്ട് ടീനു. പക്ഷേ എവിടെയാണോ മരുന്നുള്ളത് അവിടെ നിന്ന് ആർക്കും അത് കൊണ്ടുവരുവാൻ കഴിയില്ല. അവിടെ പോകുന്നത് വളരെ അപകടകരമാണ്. ജീവൻ അപകടത്തിലാകുന്ന സ്ഥലം ഏതാണ്? നീലി ഗുഹ. ആ ഗുഹയിൽ യൂക്കാലിപ്റ്റസിന്റെ ഒരു വൃക്ഷമുണ്ട്. അതിൽ നീല പൂക്കൾ വിരിയുന്നു. ആ പൂവിൽ നിന്നുണ്ടാക്കുന്ന കുഴമ്പ് പുരട്ടിയാൽ ഏറ്റവും വലിയ മുറിവുകൾ പോലും സുഖപ്പെടും. പക്ഷേ നമ്മുടെ നദിയിലെ വെള്ളവും ആ ഗുഹയിലൂടെയാണ് കടന്നു പോകുന്നത്. വാസ്തവത്തിൽ നീലി ഗുഹ പകുതിയിലധികം വെള്ളത്താൽ നിറഞ്ഞിരിക്കുന്നു. മുകളിൽ നിന്നുള്ള ജലനിരപ്പ് ഉയരുമ്പോൾ അത് പൂർണ്ണമായും വെള്ളത്താൽ നിറയും. അതുകൊണ്ടാണ് ഇന്നുവരെയും ആരും അതിനകത്ത് കയറുവാൻ ധൈര്യപ്പെടാത്തതും. ഇതാണ് അപകടം പിടിച്ച കാര്യം. നമ്മൾ അകത്തേക്ക് പോകുമ്പോൾ ജലനിരപ്പ് കുറവായിരിക്കാം. പക്ഷേ നമ്മൾ അകത്തേക്ക് പോയതിനു ശേഷം ജലനിരപ്പ് ഉയർന്നാൽ ഗുഹ മുഴുവനും വെള്ളത്താൽ മുങ്ങും. അതുപോലെ അതിൽ പ്രവേശിക്കുന്ന ഏതൊരു പക്ഷിയും വെള്ളത്തിൽ മുങ്ങി മരിക്കും. ഞാൻ ആ ഗുഹയിലേക്ക് പോയി ആ ഔഷധ സസ്യം കൊണ്ടുവരും. ടീനു, ഞങ്ങൾ ഒരിക്കലും നിന്നെ അങ്ങനെ ചെയ്യാൻ സമ്മതിക്കില്ല. ഇല്ല, നിങ്ങൾക്ക് എന്നെ തടയാൻ കഴിയില്ല. എനിക്ക് 2 കുട്ടികളെ നഷ്ടപ്പെട്ടു. അവരുടെ വേർപിരിയൽ എനിക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എനിക്ക് എന്റെ ജീവൻ നഷ്ടപ്പെടുമെന്ന് ഭയമില്ല. ഇത് കേട്ടതും എല്ലാ മൃഗങ്ങളും നന്ദി നിറഞ്ഞ കണ്ണുകളോടെ ടീനുവിനെ നോക്കാൻ തുടങ്ങി. ടീനു നദിയിലേക്ക് പറന്നു. വളരെ നേരം പറന്നതിനു ശേഷം അവൾ ഒരു ഗുഹ കണ്ടു. വാസ്തവത്തിൽ ഈ ഗുഹയിൽ പകുതിയിലധികം വെള്ളമുണ്ട്. പക്ഷെ എനിക്ക് മിൻകിയുടെ ജീവൻ രക്ഷിക്കണം. അതുകൊണ്ട് ഈ റിസ്ക് എടുത്തേ പറ്റൂ. അതും പറഞ്ഞ് അവൾ ഗുഹയുടെ അടുത്തേക്ക് പോയി. അവൾ ഗുഹയിൽ പ്രവേശിച്ച് മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരുന്നു. അകത്തേക്ക് എത്തുന്തോറും ജലനിരപ്പ് വർദ്ധിച്ചുകൊണ്ടിരുന്നു. കുറച്ചു നേരം കൂടി പറന്നപ്പോൾ താഴെ നിന്ന് വെള്ളം ഗുഹയുടെ പുറത്തേക്ക് ഒഴുകുന്നത് അവൾ കണ്ടു. ഇപ്പോൾ അവൾക്ക് ഒരു പൂന്തോട്ടം കാണാൻ കഴിഞ്ഞു. ഇതിനുള്ളിൽ എത്ര മനോഹരമായ പൂന്തോട്ടമാണ്! അവൾ വളരെ നേരം തിരച്ചിൽ തുടർന്നു. പിന്നെ അവൾ ഒരു മരം കണ്ടു. അതിൽ വലിയ നീലപ്പൂക്കൾ വിരിഞ്ഞു നിന്നിരുന്നു. ഇതാണ് യൂക്കാലിപ്റ്റസ് പൂക്കൾ എന്ന് തോന്നുന്നു. അവൾ പൂക്കൾ പറിച്ച് മുന്നോട്ടേക്ക് പോയി. അപ്പോൾ അവൾ നിലത്തെ മണ്ണിൽ ചില അടയാളങ്ങൾ കണ്ടു. അടയാളങ്ങൾ ഒരു പക്ഷിയുടേതുപോലെ കാണപ്പെടുന്നു. ഒരു പക്ഷിയുടെ കുഞ്ഞിൻ്റേതുപോലെ. അവൾ അടയാളങ്ങൾ പിന്തുടർന്ന് ഒരു വാതിലിലൂടെ ഒരു ഗുഹയ്ക്കുള്ളിൽ എത്തിച്ചേർന്നു. അമ്മേ! അവിടെ അവളുടെ 2 കുഞ്ഞുങ്ങളെയും കണ്ട് അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ! ടീനു അവരെ തന്നോട് ചേർത്തു പിടിച്ചു. അമ്മേ, അമ്മ ഞങ്ങളെ കൊണ്ടുപോകാൻ വരുമെന്ന് നമുക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. എന്റെ മക്കളെ, നിങ്ങളെ തിരികെ കിട്ടിയതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. വരൂ. എവിടേക്കാണമ്മേ? ആർക്കു വേണ്ടിയാണോ ഞാൻ ഇവിടേക്ക് വന്നത്? ആ പക്ഷിയുടെ അടുത്തേക്ക്. അവൾ കാരണമാണ് എനിക്ക് നിങ്ങൾ 2 പേരെയും തിരികെ ലഭിച്ചത്. ടീനു തന്റെ കൈകാലുകളിൽ യൂക്കാലിപ്റ്റസ് പൂക്കൾ അമർത്തിപ്പിടിച്ച് കുട്ടികളുമായി മിൻകിയുടെ അടുത്തെത്തി. ആരേ വാ, ടീനു പക്ഷി വന്നു. ഡോക്ടർ, ഇതെടുത്തോളൂ. ഡോക്ടർ സാബ് ആ പുഷ്പം ഒരു പാത്രത്തിലിട്ട് പൊടിച്ച് ഒരു പേസ്റ്റ് ഉണ്ടാക്കി. അതിനുശേഷം മിൻകിയുടെ മുറിവുകളിൽ വെച്ചു. ഇപ്പോൾ എനിക്ക് വളരെ ആശ്വാസം തോന്നുന്നുണ്ട്. ടീനു, നിനക്ക് വളരെയധികം നന്ദി. ഈ 2 കുട്ടികൾ, അതെ, ഇതെന്റെ കുട്ടികളാണ്. ഞാൻ ഇവരെ അന്വേഷിച്ചാണ് ഇവിടേക്ക് വന്നത്.
ഇത് കേട്ട് എല്ലാ മൃഗങ്ങളും പക്ഷികളും സന്തോഷിച്ചു. അഭിനന്ദനങ്ങൾ ടീനു പക്ഷി. ഇനി ഞങ്ങൾക്ക് നിന്നെ സന്തോഷത്തോടെ കാണാൻ കഴിയുമല്ലോ. അതെ, ഇപ്പോൾ എനിക്ക് ഒരു വിഷമവുമില്ല. എനിക്ക് എന്റെ കുട്ടികളെ ലഭിച്ചു. ഇങ്ങനെ പറഞ്ഞ് ടീനു കുട്ടികളെ തന്റെ നെഞ്ചോട് ചേർത്തു. ഈ കഥ മധുരമനോഹരമായി അവസാനിച്ചു.